ഹലോ ഗേസ്, എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇതെൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യണതെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയാം. ഇതെൻ്റെ ലൈഫ് സ്റ്റോറിയുടെ ഒരു ഭാഗമൊക്കെ ആയിട്ടും കൂടിയും ഉള്ളതാണ്. ഇപ്പം ഞാൻ UAE ജോലിയായിട്ടുള്ളത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഒട്ടുമിക്ക ചുറ്റുപാടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ലൈഫിൽ ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് എനിക്ക് തന്നെ ചില സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാറില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനൊരു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം പിറ്റത്തെ ദിവസം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവണതാണ്. നാട്ടിലും ഞാൻ ജോലി ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ്. ഇതിപ്പോൾ ഇവിടെ വന്നുകൊണ്ട് നമ്മൾ ഒരു ജോലി കിട്ടി നമ്മൾ ഡേ റൂട്ടീൻ അയക്കണതൊന്നല്ല. നാട്ടിലെ ഡേ റൂട്ടീനില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ എനിക്ക് പിറ്റത്തെ ദിവസം ജോലിക്ക് പോണ സമയത്ത് ബാഗിൽ ടിഫിൻ ബോക്സ് വെച്ച് തന്നാൽ അന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ പട്ടിണിയായിരിക്കും. അപ്പം ഈ ഒരു ലൈഫിൽ വന്നിട്ട് എനിക്ക് തന്നെ എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് എടുത്ത് കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാവണം. നമുക്ക് കൂടെ ആരുമില്ല, ചുറ്റുപാട് എല്ലാവരും ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റക്കാണ്. അതായത് നമുക്കൊരു പേരുണ്ടല്ലോ, നമ്മൊരു പ്രവാസിയാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ സ്വന്തം ചെയ്താൽ നമുക്ക് എല്ലാനാകും. അപ്പോൾ എൻ്റെ ലൈഫ് സിറ്റുവേഷൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിച്ചല്ലോ എന്നുള്ളത് എനിക്ക് ചില സമയത്ത് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാറില്ല. എങ്കിലും ഞാൻ വിശ്വസിച്ചു പോകും. ഞാൻ പ്രൗഡാണ്. എനിക്ക് ഒരുപാട് പേര് എനിക്ക് സല്യൂട്ട് തരാറുണ്ട്. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതായത് എൻ്റെ ലൈഫ് സിറ്റുവേഷൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് ഡയബറ്റിക്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഒരു പെയിൻ കില്ലർ കൊടുക്കാൻ പറ്റില്ല. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വേദനകൾ, ചെറുത് വരണ്ട, എനിക്ക് എന്തെങ്കിലും ഒരു വേദന ആയിട്ടുള്ളൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തരണം ചെയ്ത് ഈ ലൈഫിൽ ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുമ്പോൾ കണ്ണൊക്കെ നിറയും. പക്ഷെ ഞാൻ കരയാറില്ല. കരയണത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ എനിക്ക് കരച്ചിൽ എനിക്ക് അലർജി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കണ്ണുനീര് വന്നാൽ എൻ്റെ മുഖത്ത് കുരുക്കൾ നിറയും. അപ്പോൾ അതും എൻ്റെ ഒരു ലൈഫ് സിറ്റുവേഷൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഇതിൽ കാണുമ്പോൾ ചപ്പാത്തി, ഇന്ത്യയുടെ ഭൂപടത്തിൽ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്ന ഞാനിപ്പോൾ വട്ടത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ച്. അധികം റൗണ്ടായിട്ടില്ലെങ്കിലും പക്ഷെ കൊള്ളാം. പിന്നെ യൂണിഫോം അയൺ ചെയ്യാനും, നാട്ടിൽ കോളേജിൽ പോയിരുന്ന സമയത്ത് യൂണിഫോം അയണാക്കാതെ ഞാൻ പോവില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം യൂണിഫോം പോയിട്ട് നമ്മ ഒരു കല്യാണത്തിന് പോണ ഡ്രസ്സ് പോലും എനിക്ക് അയൺ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാനത് എനിക്കിഷ്ടമല്ല താനും. ഇപ്പം നേരെ മറിച്ച് യൂണിഫോമിൽ ലൈനില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടിക്ക് വരാൻ പറ്റില്ല. അതൊക്കെ തരണം ചെയ്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിക്കണുണ്ടെങ്കിൽ എനിക്ക് ചില സമയത്ത് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാറില്ല. എങ്കിലും ഞാൻ ഉൾക്കൊണ്ട് ഞാൻ ജീവിക്കണുണ്ടെന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനമാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.